ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹം നേടിയ കുറച്ച് മോശം റെക്കോർഡും കാര്യങ്ങളാണ്. ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ന്യൂസിലാൻഡിനെതിരെ 3 കളികൾ തോറ്റിട്ട് പിന്നീട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് മുതലാണ് അദ്ദേഹം ക്യാപ്റ്റനാവുന്നത്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചു. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് മുതൽ നോക്കുമ്പോൾ വീണ്ടും 3 മത്സരം, ആ 3 മത്സരങ്ങളിൽ 2 തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം തുടർച്ചയായിട്ട് ഇപ്പോൾ ഏകദേശം 5 മത്സരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി തോറ്റു. അപ്പോൾ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരം തോൽക്കുന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് വിരാട് കോഹ്ലിക്ക് പുറകിൽ 2ാം സ്ഥാനത്തായിട്ടുണ്ട്. അടുപ്പിച്ച് ഏകദേശം 5 കളികൾ ഇപ്പോൾ തോറ്റു കഴിഞ്ഞു. അതും ഒരു റെക്കോർഡ് തന്നെയാണ്. ആസ് എ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ ഒരുപാട് മോശം റെക്കോർഡുകൾ ടെസ്റ്റിലായാലും രോഹിത് ശർമ്മയ്ക്ക് ഉണ്ട്. ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും മോശം സീരീസിലെ ഏറ്റവും ടെസ്റ്റ് ആവറേജ് രോഹിത് ശർമ്മയുടെ പേരിലാണ് ഇപ്പം നിലവിൽ. അത് 6ആണ്. കാരണം ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ടെസ്റ്റ് സീരീസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ബാറ്റർ ആരാന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല രോഹിത് ശർമ്മ തന്നെയായിരിക്കും. ഏകദേശം 5 ഇന്നിംഗ്സുകളായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഇന്നിംഗ്സുകളിലായിട്ട് അദ്ദേഹം ആകെ അടിച്ചു കൂട്ടിയിരിക്കുന്നത് 32 റൺസാണ്. ഇത് എത്രത്തോളം പരിതാപകരമാണെന്ന് അറിയാനായിട്ട് നമുക്ക് മറ്റൊരു കാര്യം എടുത്ത് നോക്കാം. അതായത് ജസ്പ്രീത് ബുംറ ഏകദേശം 30 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് BGT ടെസ്റ്റിൽ. രോഹിത് ശർമ്മ ആകെ എടുത്തേക്കുന്ന റൺസ് 32ആണ്. നെയ്തൻ ലയൺ 42 റൺസ് കഴിഞ്ഞ ഒരു ഇന്നിംഗ്സിൽ മാത്രം എടുത്തിട്ടുണ്ട്. രോഹിത് ശർമ്മയുടെ എൻ്റെ ടെസ്റ്റ് BGT ടെസ്റ്റിൽ മൊത്തം റൺസ് എന്ന് പറയുന്നത് 32ആണ്. അതുപോലെ സ്കോട്ട് ബോളന്റെ കഴിഞ്ഞ ഒരൊറ്റ ഇന്നിംഗ്സിൽ മാത്രം 100-ന് മുകളിൽ പന്തുകൾ കളിച്ചിട്ടുണ്ട്. രോഹിത് ശർമ്മ എൻ്റെ BGT ടെസ്റ്റിൽ കളിച്ചിരിക്കുന്നത് 110 പന്തുകളാണ്. അപ്പോൾ രോഹിത് ശർമ്മയുടെ പ്രകടനം എത്രത്തോളം താഴെ നിൽക്കുന്നതാണ് നമുക്ക് ഊഹിക്കാം.